कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंदा गोविंदा। गोपिका जीवन स्मरणम गोविंदा गोविंदा। प्रभुपाद हरे कृष्ण। കേൾക്കുന്നുണ്ടോ? നമ്മള് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമാധ്യായം 2-ാം ശ്ലോകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കർമ്മക്രോച്ഛിതകൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം. ഇനി നമ്മൾ പഠിക്കുന്നത് പരമോ നിർമത്സരാണാം സദാം. മൊത്തം ശ്ലോകം കർമ്മക്രോച്ഛിതകൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം അബദ്ധയ ഉന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതി ശുശ്രൂഷു. അങ്ങനെയുള്ള അപരധർമ്മം, ഇങ്ങനെയുള്ള കൈതവ ധർമ്മത്തിനെ അപ്പാടെ പടിയടച്ച് പിണ്ടം വെച്ച് അങ്ങനെ വെച്ച് കൈവല്യത്തിന് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പരധർമ്മത്തിന് കൊടുക്കുന്നതാണ്. ഇതാരാണ് സ്വീകരിക്കുന്നതെന്നാണ്. എല്ലാവർക്കും കിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഹൈന്ദവ ധർമ്മത്തിൽ വരുമ്പോൾ അവിടെ ഒരുപാട് സ്വേച്ഛയും ഒരുപാട് വ്യക്തി താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ട്. കാമം, ധനം, യശസ്, കീർത്തി, ഡിഗ്രി, സുഖം, ഇതൊക്കെ തന്നെ ഇന്ദ്രിയ സന്ദർപ്പണങ്ങളാണ്. ഇന്ദ്രിയ സന്ദർപ്പണങ്ങൾക്ക് വശംവദനായിട്ടാണ് അപരധർമ്മത്തിൽ കൂടി ധർമാർത്ഥ കാമമോക്ഷങ്ങളിലേക്ക് പോകുമ്പോൾ കാമം എത്തുമ്പോൾ അവരെല്ലാം തന്നെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ കൈതവ ധർമ്മം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്തേണ്ട അടുത്ത് എത്തില്ല, അതിന്റെ ഇടയിൽ ഒരു ഡീവിയേഷൻ. കൃഷ്ണനിലേക്ക് പോയി കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആ ഒരു പോക്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന മാതിരി എന്റെ ഒരു സെർവന്റിന്റെ അടുത്ത് പറയാണ്, നീ പോയിട്ട് അവിടെ ചെന്നിട്ട് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വേണം. അപ്പൊ പോകേണ്ടത് ഇവിടുന്ന് പേരൂർക്കട വഴി, അത് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വെമ്പായത്ത് പോകണം. അങ്ങനെ പോയി, അങ്ങനെ വെമ്പായം പോയി അവിടുന്ന് കാശ് കിട്ടി. കാശ് കിട്ടിയപ്പോ തിരിച്ച് എന്റെ അടുത്ത് വരാതെ വെമ്പായം വഴി നേരെ കിളിമാനൂർ വഴി കോട്ടയത്ത് പോയി കഴിഞ്ഞെങ്കിൽ അതാണ് ഈ കൈതവ ധർമ്മം എന്ന് പറയുന്നത്. തിരിച്ച് എന്റെ അടുത്ത് വരാതെ, തിരിച്ച് നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താതെ പകുതി വഴിയിൽ DAT ബൈപ്പാസ്. എന്തിനു വേണ്ടിയാ പോകുന്ന? സ്വന്തം ഈ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലേ?
എന്നെ കുറിച്ച് ചിന്തിക്കാതെ 5 ലക്ഷം രൂപ കിട്ടുമ്പോൾ എങ്ങനെയാണോ ഈ കാമം എല്ലാം നമുക്ക് നേടുമ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ടാണ് അതിനെ ബന്ധനം എന്ന് പറയുന്നത്. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? പല രീതിയിലുള്ള എന്താ പറയാ, അച്ഛൻ, അമ്മ, കുടുംബം, പൊസിഷൻ, ഫെയിം, കീർത്തി, ധനം, ശാരീരിക അഭിലാഷങ്ങൾ, ഇതെല്ലാം ഉണ്ട് എങ്കിലും അതിൽ അനാസക്തനായിട്ടിരുന്നു കൊണ്ട് അടുത്ത ലെവലിലേക്ക്, മോക്ഷത്തിലേക്ക് പോകണം. ചക്കവെട്ട് മാതിരിയാണ്. ഞാൻ കഥ പറയുക, ഈ ചക്കവെട്ട്, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ചക്കവെട്ട് പരിപാടിയാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ട്. രാമചന്ദ്രൻ സാറിന് കേൾക്കുന്നില്ല, അവിടെ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ടോ? തമ്പ് കാണിച്ച്, കേൾക്കുന്നവര് തമ്പ് കാണിച്ചു. ഓക്കെ, എല്ലാരും ഇവിടെ കേൾക്കുന്നുണ്ട്. രാമചന്ദ്രൻ സാർ എത്രയും പെട്ടെന്ന് അവിടെ സെറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രശ്നമല്ല. അങ്ങനെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ചക്കവെട്ട് മാതിരി. എത്ര പേര് ചക്ക വെട്ടിയിട്ടുണ്ട്? ചക്ക വെട്ടുമ്പോൾ നമുക്ക് എന്താ പറ്റുക? ഉടനത് പിടിക്കുന്നിടത്ത് എല്ലാം കറ ഇങ്ങനെ ഓട്ടും അല്ലെ? എങ്ങനെയൊക്കെ പിടിച്ചാലും 5, 6, 7, 10, 15, 20 ഇങ്ങനെ എല്ലാം ഒട്ടിക്കൊണ്ടേയിരിക്കും. ഇതേമാതിരിയാണ് സന്തോഷത്തിന് വേണ്ടി കല്യാണം കഴിച്ചപ്പോ അതെല്ലാം പിന്നെ ദുഃഖത്തിലേക്ക് അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ. ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് കെട്ടുബന്ധങ്ങൾ. സ്ത്രീയാ മിഥുനീ ഭാവമേനം തയോർ ഹൃദയഗ്രന്ഥി മാറൂ. ഹൃദയഗ്രന്ഥി കെട്ട് ഹൃദയത്തിനകത്ത് ഇടയാണ് ചെയ്യുന്നത്, പുറത്തല്ല അല്ലെ? ഒട്ടിക്കൂ. തൊടുന്നത് പിടിക്കുന്നത് എല്ലാവരും ഒട്ടും. അപ്പൊ ചക്ക ഒട്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണതേ അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കാമത്തിലിരിക്കുന്ന സമയത്ത് കുടുംബം ഉണ്ടാവട്ടെ, കാശുണ്ടാവട്ടെ, കുട്ടികളുണ്ടാവട്ടെ, ഉന്നത നിലവാരം, ഉന്നത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ഇതിലൊന്നും ഒട്ടാതിരിക്കണം. എന്നിട്ട് അടുത്ത ലെവലിൽ മോക്ഷത്തിലേക്ക് എത്തി മോക്ഷത്തിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ വൈരാഗ്യപൂർണമായ ജീവിതമാണ്. പക്ഷെ ബന്ധനം വന്നത് കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ കൈതവ ധർമ്മം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ 5 ലക്ഷം രൂപ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപ കൊണ്ട് ജീവിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. ഇതൊക്കെ തന്നെ എങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നും ഈ വെറുതെ നിങ്ങൾ നോക്കിയാൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്ര വയസ്സ് കഴിഞ്ഞാലും അവർക്ക് ചിന്തിക്കുവാനുള്ള ബോധം ഇല്ല എങ്കിലും അവർക്ക് പിന്നെയും മിനിസ്റ്റർ ആവണം അല്ലെ? ആ പൊസിഷൻ വിടുവാനുള്ള ഒരു പ്രശ്നമാണ്. നമുക്കൊക്കെ അറിയാം വയസ്സായി തുടങ്ങുന്നോ എന്ത് ചിന്തിക്കുന്നത്, കാണുന്നത് ഒന്നും എല്ലാം അവരോധനം ചെയ്യപ്പെടുമെന്നാണ്. ശരിയായിട്ട് കാണാൻ പറ്റില്ല, ശരിയായിട്ട് കേൾക്കാൻ പറ്റില്ല, ശരിയായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും അവര് കസേരയിൽ നിന്ന് ഇറങ്ങി പോകും. ഇത് ആരെയും ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. പൊതുവെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ? അക്ബറിന്റെ ഒരു കഥയുണ്ട്. അപ്പൊ അക്ബറും ബീർബലും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബർ ആസ്വാദനം എത്ര കാലം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷന് സ്ത്രീയോടുള്ള അഭിനിവേശം എത്ര കാലത്തോളം ഉണ്ടാവുന്നു. അപ്പം ബീർബൽ പറഞ്ഞു, കട്ടയ്ക്ക് വയ്ക്കുന്നവരുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കട്ട പോകാന്ന് കേട്ടില്ല, അതാണ് കട്ടയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞു. മരണം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു ബീർബലിന്. അത് അക്ബർ പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കും. കാരണം അക്ബർ കുറച്ച് ഡീസൻ്റാണ്, മറ്റുള്ളവരെ മാതിരി അല്ല. അക്ബർ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ തെളിയിക്കാം, എന്നാ നീ ഒന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അക്ബറിന് വളരെ സുന്ദരിയായ ഒരു മകനുണ്ട്. ഒരു ദിവസം അക്ബർ ഏതോ ഒരു വീട്ടിൽ നിന്നിട്ട് അക്ബറിന് മോളെ ഇങ്ങോട്ട് വരാൻ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. എന്തോ രസം ആണ് എന്ന് പറഞ്ഞ് മകളുമായിട്ട്, മകള് വേറെ ഒന്നുമല്ല, ഒരു മുത്തശ്ശൻ അല്ലെ, മൂക്കിൽ പഞ്ഞു വയ്ക്കാൻ ഒരു അല്പസമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ബീർബൽ പറഞ്ഞു, രണ്ടുപേരും അയാളുടെ കാലിന്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ
അക്ബറിന്റെ മോള് ലെഫ്റ്റ് സൈഡിലും അക്ബർ റൈറ്റ് സൈഡിലും വന്നു. ഈ മുത്തശ്ശൻ വന്നിട്ട് അക്ബറിനെ കണ്ടതേ അല്ലേ, മരണക്കിടക്ക് കിടന്നില്ല, ഇങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ നോയിക്കൊണ്ടേ അക്ബറിന് മനസ്സിലായി. അപ്പൊ ഇതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, വയസ്സായി കഴിഞ്ഞാൽ പോലും ആഗ്രഹങ്ങൾ മാറില്ല എന്നാണ്. അപ്പൊ ഈ അവസ്ഥയിലായത്, അപ്പൊ ഇതൊക്കെ തന്നെ സ്വാർത്ഥഗതിയാണ്, സെൽഫായിട്ട് തിങ്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെയൊക്കെ തന്നെ എന്താ പറയാ, ധനം വേണമെങ്കിലോ ഡിഗ്രി വേണമെങ്കിലോ എല്ലാത്തിലും മത്സരത ഉണ്ടാവും. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ധർമ്മപ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമത്സരാണ്, പരമ നിർമത്സരാണ്, മറ്റതിന് പരമ മത്സരാണ് എന്നാണ്. ഈ കൈതവ ധർമ്മത്തിൽ മത്സരമാണ്. നീ അങ്ങനെ ആയിട്ട് എന്നാ പിന്നെ ഞാനും അങ്ങനെ, എന്നാ പിന്നെ എനിക്ക് എല്ലാവരും കാട്ടി മുൻപേ വരണം അല്ലെ, എല്ലാവരും കാട്ടി മുൻപേ വരണം. മത്സരതയാണ്. മത്സരത ഉണ്ടാവുമ്പോ അവിടെ എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും അല്ലെ. കോമ്പറ്റീഷൻ വരുമ്പോ എന്താ, അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് അസൂയ ഉണ്ടാവുന്ന അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് മത്സരത ഉണ്ടാവും, രണ്ട് ശ്രമിക്കില്ല. ഒരാൾക്ക് അസൂയ ഉണ്ടെങ്കിൽ ഹയർ അതോറിറ്റിയെ അടുത്ത് ശ്രവണമേ ഉണ്ടാവും. ഒന്ന്. രണ്ട് വന്നിട്ട് അസൂയ. അപ്പൊ ഇത് അസൂയ എന്ന് ഉണ്ട് എന്ന് ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? unnecessary criticizing is the symptoms of enviousness. ഒരാളെ ആവശ്യമില്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അത് envious symptoms എന്നാണ് പറയുന്നത്. എന്താണ് ഈ enviousness? ഈ അസൂയ എന്തെങ്കിലും ഒരാള് റൈറ്റ്ഫുൾ ഓണറാണ്. ഞാൻ രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അനുമോദിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച്. 2015 തീയതി ഞാൻ അനുമോദിക്കുവാൻ വേണ്ടി ചിന്തിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ഒരുത്തർ പറയുകയാണ്, എന്താണ് പുള്ളിയെ അനുമോദിക്കാൻ കാര്യം? അപ്പൊ പുള്ളി റൈറ്റ്ഫുൾ ഓണറാണ്, അത് ഡിസർവ് ചെയ്യുന്ന ആളാണ് ഈ അനുമോദനം. പക്ഷെ പുള്ളി പറയാണ്, എന്താണ് നിങ്ങളെ അനുമോദിക്കാൻ കാരണം? അത് വന്നിട്ട് നന്നായിട്ട് പാടും. അല്ലേ, നന്നായിട്ട് കൊടുക്കും. മറ്റാള് നന്നായിട്ട് പാടുമല്ലോ അല്ലേ, അതുകൊണ്ട് അവന് കൊടുക്കണ്ട, നീ എവന് കൊടുക്കുക. അത് പറ്റില്ല, ഞാൻ പുള്ളിക്കാരന് കൊടുക്കും. അങ്ങനെയല്ല, അവന് കൊടുക്കണ്ട, നീ വേറെ ആർക്കും കൊടുത്താലും കുഴപ്പമില്ല, അവന് കൊടുത്താൽ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ envious അല്ലേ. അവന് പോവാൻ അല്ലെങ്കിൽ അവൾക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് അസൂയ എന്ന് പറയുന്നത്. ഏതിനെങ്കിലും കാര്യത്തില് ഒരാള് ഒന്നിന്റെ റൈറ്റ്ഫുൾ ഓണർ ആണെങ്കിൽ നമ്മൾ അതിനെ തടഞ്ഞു നിർത്തുന്നതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൈതവ ധർമ്മത്തിൽ വരുമ്പോ പലരും ചിരിക്കുന്നുണ്ട്. കൈതവ ധർമ്മത്തിൽ വരുന്ന സമയത്ത് ഈ അസൂയ ഉണ്ടാവും എല്ലാവരും അങ്ങോട്ടും. കാരണം എന്താ? സ്വയമായിട്ട് താൻ ചിന്തിക്കുകയാണ്, തനിക്ക് വേണ്ടിയാണ്. അപ്പൊ എന്തോ ചെയ്യും? കൂടെ നിൽക്കുന്ന എല്ലാവരെയും ചതിക്കാൻ തുടങ്ങും, വഞ്ചിക്കാൻ തുടങ്ങും അല്ലെ. എല്ലാം ഉണ്ടാവും. അതിപ്പോ ഇന്ന ആള് എന്നില്ല. ചിലപ്പോ ഭാര്യയും ഭർത്താവ് വരും, ചിലപ്പോ അധ്യാപകന് കുട്ടികളായിരിക്കും, ചിലപ്പോ ഒരു കമ്പനിയുടെ 2 എംപ്ലോയി ആയിരിക്കും, ചിലപ്പോ മേശിരിയും കയ്യാളും ആയിരിക്കും അല്ലെ. കയ്യാള് 5 ദിവസം നിന്നിട്ട് ആരും തന്നെ ഒരു പടക്കം പൊട്ടിച്ചിട്ട് പോകും മേശിരിയുടെ നെഞ്ചത്ത്. അപ്പൊ ഇതൊക്കെ ബിക്കോസ് ഓഫ് enviousness. സ്വയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കുറിച്ച് അസൂയ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നതാണ് അസൂയ രാഹിത്യം എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെ കുറച്ച് ചിന്തിക്കുമ്പോൾ അസൂയ. നമ്മുടെ സിംപ്റ്റംസ് അസൂയയാണ് എന്നാണ്. സഹിക്കാൻ പറ്റില്ല, അൺസഹിക്കബിൾ, ഇൻപൊറബിൾ എന്ന് പറയുന്ന മാതിരി ഭയങ്കര പ്രശ്നമായിരിക്കും മാനസികമായി. അപ്പൊ ഇവിടെ കൈതവ ധർമ്മത്തില് മൊത്തം അസൂയാണ് എന്നാ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കൈതവ ധർമ്മത്തിനെ മാറ്റി കൈവല്യ ധർമ്മം, പരധർമ്മത്തിനെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ശാസ്ത്രവും, എന്നാൽ ഇത് ആർക്ക് വേണ്ടി മാത്രമാണ്, റിസർവ്ഡ് ഫോർ ഹൂം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഈ അർത്ഥം. പരമ നിർമ്മത്സരാണ് എന്ന് പറഞ്ഞാൽ
മത്സരത തീരെ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ. വെറും മത്സരത നിർമത്സരത. നിർമത്സര എന്ന് പറഞ്ഞാൽ മത്സരിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നിർമത്സരത. പക്ഷെ ഇവിടെ എന്താ പറയണത്? പരമനിർമത്സരാണാം സദാം. വല്ലപ്പോഴും അല്ല, സദാം, എപ്പോഴും ഒരു മത്സരതയും ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം എന്താ പറയുക, VIP സീറ്റാണ്, എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ ഈ ഭാഗവതം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മത്സരതയും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭാഗവതം. എല്ലാവർക്കും വേണ്ടിയല്ല. ഭാഗവതം എല്ലാവരും തൊഴും. ഈശ്വര വിശ്വാസികൾ, നിരീശ്വര വിശ്വാസികൾ, ഭഗവത് പ്രേമികൾ, യോഗികൾ എല്ലാവരും ഇതിനകത്ത് ഭക്തനൊഴിച്ച് വേറെ ആർക്കും ഭാഗവതം മനസ്സിലാവില്ല എന്ന് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കണം. കാരണം എന്താ? ഭക്തനൊഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഭൗതികതാവാദിക്ക് ഭൗതിക നേട്ടമായിട്ട് മാറ്റണം. അപ്പൊ അവന് ഭാഗവതം പൂർണ്ണമായിട്ടും വരികില്ല. ഇനി ഒരു ജ്ഞാനിക്കാണെങ്കിലോ അവർക്കും അങ്ങനെ തന്നെ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ, സായുജ്യമുക്തി ഒക്കെ അതിനുവേണ്ടി. ഇനി യോഗിക്കാണെങ്കിലോ സിദ്ധികാമി, സിദ്ധി വരുത്താൻ, സിദ്ധി കൂടുതൽ കിട്ടാനായിട്ട്, അല്ലെ, പെട്ടെന്നുള്ള ഒരു ബെനഫിറ്റ്, സിദ്ധികാമി. അപ്പൊ അവിടെയും നേട്ടത്തിനെ കുറിച്ചുള്ളത് കൊണ്ട് യോഗിക്കോ ധ്യാനിക്കോ ആർക്കും അവകാശപ്പെട്ടതല്ല ശ്രീമദ് ഭാഗവതം. പിന്നെ ഈ ശ്രീമദ് ഭാഗവതം ആർക്ക് അവകാശപ്പെട്ടതാണ്? മത്സരതയില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രം. അത് 1 വർഷമോ 2 വർഷമോ അല്ല, സദാം, എപ്പോഴും. ഭാഗവതം മനസ്സിലാക്കുന്നതും ഭാഗവതം രുചിക്കുന്നതും ഭാഗവതത്തിന്റെ നേട്ടം കിട്ടുന്നതും ഇങ്ങനെയുള്ള വ്യക്തിക്കാണ് എന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ കൈതവ ധർമ്മത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എല്ലാവർക്കും മത്സരതയാണ്. എന്നാൽ ആത്മീക ലോകത്തിൽ ആ മത്സരതയില്ല. എല്ലാത്തിലും ഡിസ്ഇൻട്രസ്റ്റ് ആയിരിക്കും. പോസ്റ്റ്, നെയിം, ഫെയിം, ഗ്ലോറിഫിക്കേഷൻ, റെക്കഗ്നീഷൻ, ഇതിലെല്ലാം ഡിസ്ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് വ്യത്യാസം. പൊതുവെ ഒരു വ്യക്തി നിയന്ത്രിക്കുന്നതല്ല, പക്ഷെ ഉന്നതമായ ഒരു രുചി, ഭഗവാൻ എന്ന് പറയുന്ന ആ രുചി അനുഭവിക്കുന്നതോറും മറ്റുള്ള കാര്യങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ഇൻട്രസ്റ്റ് ആണ്. അല്ലാതെ യോഗികളെ പോലെ കൺട്രോൾ ചെയ്യുന്നതല്ല. ആര് കൺട്രോൾ ചെയ്യുന്നു? അവർ താഴെ വീഴും. ടേസ്റ്റ്, ഹയർ ടേസ്റ്റിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ലോവർ ടേസ്റ്റ് ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക്കലി വിടാൻ പറ്റും. നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ എന്ന് നമ്മൾ ലഡ്ഡൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടു ഒരു 10-20 ഗുലാബ് ജാമുൻ, എന്ത് ചെയ്യും? പിന്നെ ലഡ്ഡുവിനോട് ഒരു വൈരാഗ്യമാണ്, അല്ലെ? ലഡ്ഡു കഴിക്കാത്ത എന്നും രസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ പനീർ ബട്ടർ മസാല കയ്യിലും. പിന്നെ രസം നമ്മൾ കഴിക്കോ? ഒരിക്കലും കഴിക്കും. കാര്യം എന്താ? അത് ഹയർ ടേസ്റ്റ് അല്ല. അതേമാതിരി കൃഷ്ണൻ എന്ന രസമാലയം, രസമാലയം എന്ന് പറഞ്ഞാൽ രസം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, ആലയം എന്ന് പറഞ്ഞാൽ ഹോം, ഹൗസ്, രസത്തിന്റെ ആലയം, വീടാണ് എന്നാ പറയുന്നത് രസമാലയം ഈ ഭാഗവതം. അപ്പൊ ഈ ഹയർ ടേസ്റ്റ് ഒരാൾക്ക് വേണമെങ്കിൽ ലോവർ ടേസ്റ്റില് ഡിസ്ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഈ ലോവർ ആയിട്ടുള്ള ടേസ്റ്റില് ഡിസ്ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവരെയാണ് പരമനിർമത്സരാണ എന്ന് പറയുന്നത്. അപ്പോ ഭാഗവതം പൂർണ്ണമായിട്ടും ആർക്ക് വേണ്ടിയാണെന്ന് 2-ാം ശ്ലോകത്തിൽ 1-ാം സ്കന്ധം 1-ാം അധ്യായത്തിൽ മറ്റുള്ള
മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ മഹാഭാരതം നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ധർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? മഹാഭാരതത്തിലെ ആ ഒരു വേർഡേ അങ്ങനെയാണ്. ശ്രീ മഹാഭാരത കഥ. അതുശ്രീ, ഇത് മഹാഭാരത കഥയാണ്. കഥാഹേ പുരുഷാർത്ഥി ഹേ സ്വാർത്ഥി പരമാർത്ഥി ഹേ അല്ലെ? പുരുഷാർത്ഥത്തിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ അപരധർമ്മം അല്ലെ? ധർമാർത്ഥ കാമ മോക്ഷം. പിന്നെയോ സ്വാർത്ഥി, സ്വാർത്ഥ അപ്പൊ കൈതവ ധർമ്മം. പിന്നെയോ പരമാർത്ഥി ഹേ, പരമാർത്ഥം അത് നമ്മുടെ ഭഗവാനാണ്, കൃഷ്ണനാണ് പരമാർത്ഥം. എന്നാൽ ഭാഗവതത്തില് പരമാർത്ഥം മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിലെ സ്വാർത്ഥതയുണ്ട്, എല്ലാം ഉണ്ട്, കൈതവധർമ്മം എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ വരും. ഇതിലുപരിയാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തില് സ്വാർത്ഥതയെ കുറിച്ച് പറയുന്നില്ല. പിന്നെയോ പുരുഷാർത്ഥത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ അത് അങ്ങനെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നാ പറയാം. അതൊക്കെ വിട്ട് മാറ്റി കുറെ കാലമായി അല്ലെ? പിന്നെ എന്തിനെ കുറിച്ചാ പറയുന്നത്? പരമാർത്ഥം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണൻ, പരമാർത്ഥം മാത്രം. പക്ഷെ ഈ പരമാർത്ഥം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരമനിർമ്മത്സരാണ്. പരമമായ മത്സരത ഇല്ലാതെ നിർമത്സരനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഭഗവാനെ കിട്ടുന്നത്. അല്ലാതെ കൈതവ ധർമ്മത്തിലേക്ക് വന്നിട്ടുള്ള അസൂയയോട് കൂടിയുള്ള ജീവിതമല്ല എന്ന് പറഞ്ഞാൽ ഭാഗവതം ഈസ് മെന്റ് ഫോർ ദോസ് ഹൂ ആർ പരമഹംസാസ്, പരമനിർമ്മത്സരാണ്. പരമനിർമ്മത്സരതയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭാഗവതം പൂർണ്ണമായി മനസ്സിലാവുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് പറ്റില്ല അല്ലെ? ഈ ഒരു ശ്ലോകം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭാഗവതം വേണമെങ്കിൽ നമുക്ക് അസൂയരാഹിത്യം, അസൂയ ഇല്ലാതിരിക്കണം എന്നാ പറയുന്നത്. അസൂയ എങ്ങനെ ഇല്ലാതിരിക്കും? കോമ്പറ്റീഷന് പോവാതിരിക്കുക. അത് പിന്നെ എങ്ങനെ സ്വാമിജി? പഠിക്കണ്ടേ? പഠിച്ചാൽ കുഴപ്പമില്ല. ജോലി ഉണ്ട്, ജോലി ചെയ്ത് കുഴപ്പമില്ല. ജോലി ചെയ്ത് ഉന്നത നിലവാരം അതുമായിരിക്കും. ഭക്തിയിൽ കോമ്പറ്റീഷൻ കാണിക്കാൻ പാടില്ല, ആത്മീകത്തില് കോമ്പറ്റീഷൻ കാണിക്കാൻ പാടില്ല. എങ്കിൽ നശിക്കും. ചിലര് പറയും പോസിറ്റീവായിട്ടുള്ള കോമ്പറ്റീഷൻ നല്ലതാണ്. ഏത് വമ്പ് അല്ലെ? ബ്ലേഡിന്റെ മേലെ കൂടെ എന്തിനാ നടക്കുന്നത്? മുറിയുമെങ്കിലും നടക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ബ്ലേഡ് മുറിയുമെന്ന് കണ്ടിട്ട് പിന്നെ അതിന്റെ മേലെ കൂടെ നടന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ആത്മീകത്തില്, ഈശ്വര വിശ്വാസത്തില്, ദൈവവിശ്വാസത്തില് ഇതിലൊന്നും തന്നെ കോമ്പറ്റീഷൻ പാടില്ല. കുറഞ്ഞ പക്ഷം ആദ്യയിലേക്ക്. അപ്പൊ അതിനെയാണ് അസൂയരാഹിത്യം. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനസൂയവേ ജ്ഞാനം. അർജുന, നീ എന്നിൽ അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഈ ജ്ഞാനം ഉപദേശിച്ചത്. അതിനു മുമ്പേ അസൂയ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അസൂയാലുക്കളായിരുന്നു ഭഗവാന്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ഭക്തന്മാരാണ്, സേവകന്മാരാണ്. പക്ഷെ നമുക്ക് അസൂയ ഉണ്ടായി. എന്താണ്? ഭോഗവാഞ്ചുപരേ കൃഷ്ണ ബഹിർമുഖ മായയാ ജപടിയാ ധ്വരേ. എന്തായിരുന്നു നമ്മൾ വരാനുണ്ടായിരുന്ന കാരണം? ഭഗവാനിൽ നിന്ന്. ഭഗവാന്റെ ഗോലോകത്തില്, ഭഗവാന്റെ വൈകുണ്ഠത്തില് നമ്മളും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. എന്താണ്? ഒരല്പം അസൂയ ഉണ്ട്. എന്താ കാര്യം? എന്നും ഭഗവാൻ മാത്രം ലഡ്ഡു തിന്നാ മതിയോ അല്ലേ? എന്നും ഭഗവാൻ മാത്രം ലഡ്ഡു തിന്നാ മതിയോ എന്നാലോചിക്കുന്നത്. എനിക്കെന്ത് ലഡ്ഡു തിന്നൂടാ അല്ലേ? എനിക്കായിരിക്കണം എന്താ പറയാ, എന്നും ഭഗവാൻ, എന്നും ഭഗവാൻ. എനിക്കൊരു ലഡ്ഡു തിന്നാൽ എന്താ? ഭഗവാൻ അത്യധികം കാരുണ്യവാനാണ്. ഭഗവാൻ പറഞ്ഞു, കണ്ണാ ഉനക്ക് ലഡ്ഡു തിന്നാൻ ആസയാ അല്ലേ? ശരി, എന്നാ പോയിട്ട് വാ. കാരണം ഇവിടെ നിനക്ക് ലഡ്ഡു തിന്നുവാൻ സ്പേസ് ഇല്ല. കാരണം എന്താ? ലോക വൃന്ദാവനത്തില് കൃഷ്ണൻ ലഡ്ഡു തിന്നുകയും ആ ലഡ്ഡു തിന്നതിന്റെ ആ ഒരു വയറ് നിറയുന്നത് ഭക്തന്മാർക്കാണ്. അതാണ് തമാശ.
ലഡ്ഡു തിന്നതിന്റെ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, ആക്ച്വലി അത് കൂടെ ഇരിക്കുന്നവരാണ് അത് എൻജോയ് ചെയ്യുന്നത്. കൃഷ്ണനല്ല, കൃഷ്ണൻ വെറുതെ കഴിക്കണമെന്നേ ഉള്ളൂ. എങ്ങനെയാണോ വയറ് ആഹാരം എത്തുമ്പോൾ എല്ലാ തരത്തിലും അതിന്റെ തൃപ്തിയും എനർജിയും ശരീരത്തിന്റെ ഓരോ മുടിയുടെ തുമ്പോലും എത്തുന്നത് മാതിരിയാണ് ഭഗവാൻ കൃഷ്ണൻ. യസ്മിൻ തുഷ്ടേ, ഭഗവാൻ കൃഷ്ണൻ തൃപ്തിപ്പെടുമ്പോ ജഗത് തുഷ്ടേ, ജഗത്ത് മുഴുവൻ തുഷ്ടി ഉണ്ടാവണു. നമ്മുടെ ദ്രൗപദി മാതാവ് അക്ഷയപാത്രം, സൂര്യൻ അവർക്കൊരു പാത്രം നൽകി, സൂര്യനൊരു പാത്രം നൽകി, അക്ഷയപാത്രം. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്ത് വേണമെങ്കിലും അതിനകത്ത് നോൺ വെജ് ഒഴിച്ച് എന്ത് വേണമെങ്കിലും അതിൽ എന്തൊക്കെയാണ്? പനീർ ബട്ടർ മസാല, ചീരക്കറി, അവിയൽ, തോരൻ, രസം, എന്ന് വേണ്ടി എല്ലാം. പക്ഷെ എല്ലാരും കഴിഞ്ഞ് ദ്രൗപദിയും കഴിച്ച് അക്ഷയപാത്രം കഴുകി കമിഴ്ത്തി വെച്ച് അതോടുകൂടി പിന്നെ വരും. അങ്ങനെ എല്ലാവരും കഴിച്ച് അതിനുശേഷം പാത്രവും കഴുകി മടക്കി വെച്ചപ്പോ ഓടി വരെയാണ് വിശന്നുകൊണ്ട് ആ മാധവൻ ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ കൃഷ്ണയോട് പറയാണ്, കൃഷ്ണേ എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരും. പക്ഷെ അതിന് മുമ്പായിട്ടൊരു വലിയ ഒരു കഥ അതിന്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? ദുർവാസാവും ശിഷ്യന്മാരും, 1-2 അല്ല കേട്ടോ, 10,000 ശിഷ്യന്മാരാണ്. ദുർവാസാവിനെ ഒന്ന് മൂട്ടിവിട്ട് ആര്? ദുര്യോധനൻ. അങ്ങേക്ക് ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യയും റെഡിയാക്കി വെച്ച് ദുർവാസാവ് മുനിയൻ കാത്ത് യുധിഷ്ഠിരൻ അവിടെ ഇരിക്കുകയാണ്. അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടാതിരിക്കുന്ന സമയം. അങ്ങനെ എല്ലാ ദുർവാസാവ് നേരെ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞു, നമ്മൾ ഇപ്പൊ വരും, പോയി കുളിച്ചിട്ട് വരട്ടെ, നന്നായിട്ട് മൃഷ്ടാന്ന പൊതിനുണ്ടാന്ന് പറഞ്ഞു. എന്താ പറയാ, ധർമ്മപുത്രർ ആകെ ശങ്കേരായി. അപ്പൊ അങ്ങനെ ദുർവാസാവും ഈ ശിഷ്യന്മാരും ചെന്ന് വെള്ളത്തിൽ കുളിച്ചിട്ടിരിക്കാം, കുളിച്ചിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഈ സമയത്ത് കൃഷ്ണയും വലിയ വിഷമത്തിലായി. കാരണം ഇത് കമിഴ്ത്തി വെച്ചിരിക്കുകയാണല്ലോ, ഇനി അതിൽ നിന്നൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ സമയത്താണ് അടുത്ത കൃഷ്ണൻ വരുന്നത്. അപ്പൊ ആഹാ വന്നല്ലോ അല്ലെ, വന്നല്ലോ. ഉടനെ ഭഗവാനെ കൃഷ്ണ ഈ ഒരു പ്രശ്നം പറയാൻ വേണ്ടി പോയപ്പോ ആദ്യം കൃഷ്ണൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം എനിക്ക് വല്ലതും കഴിക്കാൻ തരാം. അപ്പൊ ദ്രൗപദിക്ക് കൃഷ്ണയ്ക്ക് വലിയ വിഷമായി. ദുർവാസാവിൽ നിന്ന് ശാപം കിട്ടിയാലും കുഴപ്പമില്ല, തന്നെ കണ്ണനൊന്നും കൊടുക്കാതിരിക്കണല്ലോ ഭഗവാനെ, നീ ഇങ്ങനെ വന്നല്ലോ. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ഇതെല്ലാം കമിഴ്ത്തി വെച്ചല്ലോ, ഇനി എവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ, ആഹാരം ഉണ്ടാക്കാനാണ്. ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നീ ആ പാത്രം എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോ നമുക്കെല്ലാം അറിയായി കഥ. അതിലൊരു ചീര നന്നായിട്ട് കഴിയില്ല അല്ലേ, കാരണം കൂടുതലും ദ്രൗപദിയൊക്കെ രാജ്ഞിയാണ് അല്ലെ, അവര് കഴിക്കുന്ന പാത്രം അവരൊന്നും അല്ല കഴുകണേ അല്ലെ. അതുകൊണ്ട് ദാസിമാരാണ് ഇതൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കണേ. പക്ഷെ ദാസിയൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള സമയമായതുകൊണ്ട് അതിന് ശരിയായ രീതിയിൽ കഴിയില്ല. അതിനകത്തൊരു ചീര കഷ്ണം, ആ ചീരയോ ഇത് തന്നെ ധാരാളം മതിയല്ലോ, ആ ചീര എടുത്ത് കഴിച്ചു. യസ്മിൻ തുഷ്ട, ഭഗവാൻ തുഷ്ടിയായി. ഉടനെ തന്നെ അവിടെ 10,000 ദുർവാസാവും മുന്നിൽ ഉൾപ്പെടെ എല്ലാവരുടെയും വയറ് 10 മാസം ഗർഭിണി മാതിരി ഭയങ്കരമായിട്ട് വലുതായി നിറഞ്ഞ് പൊട്ടാൻ കണക്കായിട്ട് ഏമ്പക്കവും, എല്ലാവരും അവിടെ ഇരുന്ന് ഏമ്പക്കമുണ്ട്. എന്നിട്ട് കൃഷ്ണൻ ഭീമനോട് പറഞ്ഞു, നേരെ പോയിട്ട് അവരെ വിളിച്ചിട്ട് ആ സദ്യ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞു. ഈ സമയത്ത് ദുർവാസാവിന് പേടിയായി, ഇനി കഴിച്ച വയറ് പൊട്ടും അല്ലെ. അതുകൊണ്ട് ധർമ്മപുത്രന്റെ അടുത്ത് പോവാതെ തൽക്കാലം എസ്കേപ്പ് ചെയ്യുന്നതാണ് പരിപാടി എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് ഭീമൻ വിളിച്ചു, ദുർവാസാവേ ഭക്ഷണം റെഡിയാണ് അല്ലെ. ഓടി ദുർവാസാവും ബാക്കിയുള്ള ഭീമാനെല്ലാം ഓടിക്കണം. അപ്പൊ യസ്മിൻ തുഷ്ടേ ജഗത് തുഷ്ടേ, ഭഗവാൻ തുഷ്ടിയായപ്പോ ബാക്കിയുള്ള എല്ലാവരും തുഷ്ടിയായി. ആ 10,000 വയറ് നിറഞ്ഞു അല്ലെ. അതേമാതിരി ഗോലോക വൃന്ദാവനത്തില് ഭഗവാനുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോ ഒരു ലഡ്ഡു ഉണ്ടെങ്കിലും ആ ലഡ്ഡു ഭഗവാൻ എടുത്ത് കഴിക്കുമ്പോ അതിന്റെ രസവും തൃപ്തിയും ഒക്കെ കൂടെ നിൽക്കുന്ന ഭക്തന്മാർക്കാണ് കിട്ടണേ. പക്ഷെ എന്ത് പറ്റി? തിന്നുന്നില്ലല്ലോ അല്ലെ.
അതുകൊണ്ട് അവൻ വിചാരിച്ചു എനിക്കൊന്ന് ലഡ്ഡു തിന്നാൻ കൊള്ളാമെന്നുണ്ട്. ആക്കി ഭഗവാൻ വിചാരിച്ചു ലഡ്ഡു തിന്നാനാണോ ഭഗവാൻ ഇഷ്ടമല്ല. തന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കല്ലേ. എങ്കിലും വളരെയധികം പ്രേമഭാചനമായതുകൊണ്ടും അംശമായതുകൊണ്ടും ഉപേക്ഷിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ ലഡ്ഡു തിന്നുവാൻ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുകയാണ്. എവിടെയാണ്? ഇവിടെ പറ്റൂല. എന്തായാലും നേരെ ഭൂമിയിൽ പോകും, ഭൗതിക ലോകത്തിൽ പോയി അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ഇരുന്ന് നീ ലഡ്ഡു കഴിച്ചോ, ലഡ്ഡു തിന്ന് തീർന്ന് മതിയായിട്ട് നീ തിരിച്ചു വരണേ എന്ന് പറഞ്ഞു. തിരിച്ചു വരാത്ത ആത്മാക്കളെ പിന്നെ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ലഡ്ഡു ഉണ്ട്, ഇവിടുത്തെ ലഡ്ഡു മാതിരിയല്ല, ആ ലഡ്ഡുവിൽ എന്തുണ്ട്, പച്ചക്കർപ്പൂരമുണ്ട് അല്ലെ, തിരുപ്പതി ലഡ്ഡു മാതിരിയാണ്, ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയും. ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഭഗവാൻ പറയണു, എന്താ പറയുന്നത്? ഭാസയതേ സൂര്യോന ശശാങ്കോന പാവക യദ്ഗത്വാന നിവർധന്തേ തദ്ധാമ പരമം മമ. ഭഗവാൻ പറയാണ്, എനിക്ക് ഇനി ഒരു ധാമമുണ്ട്. ഈ പ്രകൃതിക്കും ഈ ഗോചരമായ പ്രകൃതിക്കും അതിനും ഉപരി ആരും കാണാതെ ഇനി ഒരു പരമവ്യോമമുണ്ട്. അത് സൂര്യചന്ദ്രന്മാരാൽ ശോഭിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഒരു റെസ്യൂമിയാണ് കൃഷ്ണന്റെ പേര്. റെസ്യൂമിയിൽ എന്തൊക്കെ ഉണ്ടാവും? കൃഷ്ണന്റെ പേര്, റെസിഡന്റ് അല്ലെ, അച്ഛനമ്മ ഭഗവാനില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഭഗവാൻ ഇവിടെ വന്ന് അച്ഛനെ അമ്മയെ റെഡിയാക്കി അല്ലെ. ഭഗവാൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഡിഗ്രി, എഞ്ചിനീയറിംഗ്, അത് ഇത്. അതേമാതിരിയാണ് ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞു. ആരാണ്? ഭഗവാന്റെ പേര് കൃഷ്ണൻ. പിന്നെയോ ഭഗവാന്റെ ധാമം, പെർമനന്റ് അഡ്രസ് എന്താണ്? വൈകുണ്ഠം, ഗോലോക വൃന്ദാവനം അല്ല. അതിനകത്ത് എന്നിട്ട് ഭഗവാൻ വന്ന് എന്താ പറയുന്നത്? എന്റെ വീട്ടിൽ വാ, എന്റെ ധാമത്തിൽ വരൂ. അവിടെ എന്തുണ്ട്? സൂര്യചന്ദ്രന്മാരാൽ ശോഭിക്കുന്നില്ല. ഒരിക്കൽ എന്റെ വീട്ടിലെത്തിയ പിന്നെ ജന്മം എടുക്കേണ്ടി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ സ്നേഹം വന്നു കഴിഞ്ഞാൽ കമിതാക്കള് വീടിനെ കൊണ്ട് കാണിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. പഴയ ഒരു തമിഴ് മൂവിയുണ്ട്, എന്നോട് വാ വീട് വരയ്ക്കും എന്ന് പറഞ്ഞ ഇതുണ്ട്. എന്നോട് വാ വീട് വരയ്ക്കും, എൻ വീട്ടെ പാർ എന്നെ പിടിക്കും എന്നുണ്ട്. അത് ആക്ച്വലി കൃഷ്ണൻ പറയേണ്ടതാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞ എന്റെ വീട്ടിൽ വാ, എന്റെ വീട് കണ്ട എന്നെ നന്നായിട്ട് നിനക്ക് പിടിക്കും, എന്റെ വീട്ടിൽ കണ്ട എന്റെ വീട്ടിൽ നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഭഗവാൻ പ്രേമം കൊണ്ട് പറയാം. പക്ഷെ ഇന്ന് നടക്കുന്ന ലവ് സ്റ്റോറിയും പാട്ടുകളൊക്കെ ആക്ച്വലി അത് കൃഷ്ണന്റെ ഫീലിംഗ് ആണ് നമ്മളുടെ കൂടെ. ആ ഫീലിംഗ് നമ്മള് യഥാർത്ഥമല്ലാത്തതിലേക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മളത് ആക്ച്വലി. അപ്പൊ ഏത് പാട്ട് നോക്കിയാലും നമുക്ക് അതിലെ കൃഷ്ണനെ ഓർമ്മിക്കാൻ പറ്റും. അങ്ങനെയാണ് സ്നേഹം അതിനകത്തുണ്ടെങ്കിൽ അത് കൃഷ്ണന്റെ ഒരു ഫീലിംഗ് ആണ്. കാരണം ഇപ്പൊ ഞാൻ ഒരാളുടെ സ്നേഹമുണ്ട്, ഞാനൊരു കവിത എഴുതണം. അപ്പൊ കൃഷ്ണൻ പുരുഷനാണ്, അപ്പൊ ഞാൻ ചെറിയ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്. ആക്ച്വലി നമ്മളെല്ലാം സ്ത്രീലിംഗമാണ്. എങ്കിലും ഞാൻ പുരുഷൻ എന്നൊരു ശരീരത്തിൽ കയറിയിരുന്ന് ചിന്തിക്കുന്നത് അതിന്റെ പൂർണ്ണ രൂപം ഭഗവാൻ നമ്മളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഓൾറെഡി അത് ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഭഗവത്ഗീത ഇരിക്കട്ടെ, ഇപ്പൊ ഒരാളെ സ്നേഹിക്കുന്നു, ഒരാളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്ന സമയത്ത് ഇനി ഒരാണ് വന്ന് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, നീ ആരുടെ സംസാരിച്ചു, നീ എന്തിനു സംസാരിച്ചു? അപ്പോളോ ഹോസ്പിറ്റലില് എന്റെ അച്ഛൻ ബൈപ്പാസ് സർജറിക്ക് കിടക്കുകയാണ്. ഈ സമയത്ത് എന്റെ അമ്മ ഒന്ന് കെയർ ചെയ്ത് തിരിച്ചു പോകുന്ന വഴി എന്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും അവിടെ കിടക്കുകയാണ്. അപ്പോ അമ്മ വരുന്ന വഴി ആ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ഉണ്ട കണ്ണ് അമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ അച്ഛൻ ഈ വയ്യാത്ത കണക്കുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താ കാര്യം, നീ എന്ത് സംസാരിച്ചു അല്ലേ? അപ്പൊ അവരെ സ്നേഹം കൊണ്ട് അന്യപുരുഷന്റെ അടുത്ത് സംസാരിച്ചാൽ പിടിക്കില്ല. നീ എന്നെ ആശ്രയിക്കണേ, എന്നെ മാത്രം ആശ്രയിക്കും. അത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. സാധാരണ പുരുഷന്മാർക്ക് ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളു ഭഗവാൻ. ഭഗവാൻ പറയണോ, മാമേകം ശരണം പറഞ്ഞ, എന്നെ മാത്രം ശരണം, എന്നെ മാത്രം സ്നേഹിക്കും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? വി ആർ ബിലോങ്സ് ടു കൃഷ്ണ.
മന്മനാഭവ മദ്ഭക്ത, അന്യഭക്ത അല്ല, മദ്ഭക്ത. എന്നെ മാം ഏകം, എന്നെ മാത്രം. ഏകം മീൻസ് ഒള്ളി. കൃഷ്ണന് നമ്മളടുത്ത് ആ ഒരു ഫീലിംഗ്, കാരണം നമ്മുടെ പുരുഷനാണ് കൃഷ്ണൻ, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ സിനിമാ പാട്ടുകളാണ്, ഏത് പാട്ടുകളാണെങ്കിലും പുരുഷന്മാർ എഴുതിയതാണ് എങ്കിലും അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് കൃഷ്ണനിൽ കാണാൻ പറ്റും. കാരണം സത്യം സത്യം പുനഃസത്യം, പിന്നെയും പിന്നെയും പരമമായ സത്യം എന്താണ്? ഇത് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കും. നമ്മൾ ഓരോ ജന്മത്തിലും ഓരോ ഗോന്തനെയും ഗോന്തിയെയും സ്നേഹിക്കുന്നു. ഇനി ചിലര് ഹതഭാഗ്യരാണ്, മനുഷ്യരെ സ്നേഹിക്കാതെ പട്ടിയും പൂച്ചയാണ് സ്നേഹിക്കുന്നത്, അല്ലെ? പക്ഷെ എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ജന്മം ഉണ്ടെങ്കിലും കൃഷ്ണൻ നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മത്തിലും. അതേമാതിരി നല്ലൊരു കവിതാവ് ആരൻ. അപ്പൊ അതുകൊണ്ട് ഭോഗവാഞ്ചകൊരേ കൃഷ്ണ ബഹിർമുഖ, കൃഷ്ണനെ ബഹിർമുഖ, ഫോർഗെറ്റിംഗ് കൃഷ്ണ, കൃഷ്ണനെ മറന്നിട്ട് ഭോഗവാഞ്ചകരെ, ലഡ്ഡു തിന്നാൻ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്, അല്ലെ? പിന്നെയും ഇവിടെ വന്ന് ലഡ്ഡു തിന്നാൻ ആഗ്രഹം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ലഡ്ഡു തിന്ന് മതിയാവണം. ഓ മതിയായി, കാമം, ഇനി അടുത്ത മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കണം. അതാണ് പരാധർമ്മ യതോ ഭക്തിരാതോക്ഷതേ, ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ ഈ ഒരു ശ്ലോകം കൺക്ലൂഡ് ചെയ്യുന്നത്, ഹൈന്ദവ ധർമ്മത്തില് അസൂയ എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ശ്രീമദ് ഭാഗവതം. കൈവല്യധർമ്മം അല്ലെങ്കിൽ പരധർമ്മം അനുഷ്ഠിക്കുവാനുള്ള ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അത് വന്നിട്ട് പരമനിർമത്സരാണാം സദാ, എല്ലായ്പ്പോഴും മത്സരതയില്ലാതെ ജീവിക്കുന്ന സാധുക്കൾക്ക് വേണ്ടി മാത്രമുള്ള, ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ള, സാധു എന്നല്ല, സന്യാസി എന്നല്ല, ഭഗവത് ഭക്തൻ, അവർക്ക് വേണ്ടി മാത്രമാണ്. ആ ഭഗവത് ഭക്തന് അസൂയയില്ല. There is no room for jealousy. അസൂയാരാഹിത്യമായിരിക്കണം. അവന് മാത്രമേ ഭാഗവതം ഹൃദയത്തിൽ ആവിഷ്കാരമാവുള്ളൂ എന്നാണ് ഈ ശ്ലോകം. അടുത്ത നമുക്ക് നാളെ പഠിക്കാം. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വാസുദേവ തനുജായ വാസുദേവായ മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.